പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദന അലി റളിയല്ലാഹു തആല അൻഹു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തീന്മേശയിൽ കൊണ്ടുവന്നു വച്ച ഒരു ഭക്ഷണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ട് എടുത്ത് കഴിക്കൂ അലിയെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭക്ഷണം നമ്മളൊന്ന് പരിഗണിച്ചു കൊടുത്താൽ ആരോഗ്യപരമായി ഒരുപാട് അത്ഭുത നേട്ടങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും. ഈ ഭക്ഷണം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പൊണ്ണത്തടിയും കൊടവേറുമെല്ലാം മാറിപ്പോയി നല്ല ബോഡി ലാംഗ്വേജ്, നല്ല ഭംഗിയുള്ള മസിലും സെറ്റപ്പുമെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല, നമ്മിൽ ഭൂരിഭാഗം ആളുകളും കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, മുടികൊഴിച്ചില്, താരന്റെ പ്രശ്നങ്ങൾ, പേനിന്റെ ശല്യം, ശരീരത്ത് പല ഭാഗത്തും ചുണങ്ങും കലകളും ഉണ്ടാകുക, ഈ പ്രശ്നങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ ഒരു അത്ഭുത ഭക്ഷണം കൊണ്ട് തന്നെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് പ്രത്യേകം ചൂണ്ടിക്കാണിച്ച് കഴിക്കണമെന്ന് പറഞ്ഞ ആ ഭക്ഷണം ഏതാണ്? നമ്മുടെ ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ഈ ഭക്ഷണത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് നമുക്ക് ഏവർക്കും ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, കൽബ് നിറച്ചതിനു വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ എല്ലാം നീക്കി അല്ലാഹു സന്തോഷം തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സ്വർഗീയ ആനന്ദമുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ. അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന നമ്മുടെ നാവുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഉമ്മുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു വേള പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദന അലി റളിയല്ലാഹു തആല അലിയാർ തങ്ങളും കൂടെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ തയ്യാർ ചെയ്ത് കൊടുത്ത ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ നന്നായി ബീട്രൂട്ട് നമുക്കറിയാലോ, അത് പാകം ചെയ്തിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ സയ്യിദന അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണത്രേ, അല്ലയോ അലിയാർ തങ്ങളെ, നിങ്ങൾ ഇത് കഴിച്ചോളൂ, നിങ്ങൾക്ക് ഇത് ഏറ്റവും യോജിച്ച ഫുഡാണ്. ആരോഗ്യപരമായി ഹെൽത്തി ആയിട്ട് ഒരുപാട് ഉപകാരം കിട്ടുന്ന, ശരീരത്തിന് ഫിസിക്കലി ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഫുഡാണ് എന്നുള്ള നിലക്ക് തന്നെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അലിയാർ തങ്ങളെ, നിങ്ങൾ ഇത് കഴിച്ചോളൂ എന്ന് എടുത്തു പറയുന്നതായി ഹദീസ് ഇമാം അബൂദാവൂദ് തങ്ങൾ, ഇമാം തുർമുദി തങ്ങളൊക്കെ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ ഹദീസിലൂടെ എന്താ മനസ്സിലാകുന്നത്? പ്രത്യേകം പരിഗണിച്ച് നാമൊക്കെ കഴിക്കേണ്ട, ആരോഗ്യം നോക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യപരമായി പല ഗുണങ്ങളും നേട്ടങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെല്ലാം പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വെജിറ്റബിൾ ഭക്ഷണം തന്നെയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഭൂരിഭാഗം ആളുകളും അതിനെ വലിയ മൈൻഡ് കൊടുക്കാറില്ല. ബീട്രൂട്ട് അത് പരിഗണിക്കാത്ത ആഹാരമായി നമ്മൾ നീക്കി വെക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇപ്പോൾ ഉച്ചക്കൊക്കെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഐറ്റം കൊണ്ടുവന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഒരു പക്ഷേ അത് മൈൻഡ് ചെയ്തോളണമെന്നില്ല. ഇനി എടുക്കുകയാണെങ്കിൽ ഒരല്പം മാത്രം പരിഗണിക്കുന്ന ഒരു ശൈലി നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കുണ്ട്. എന്നാൽ ഒരല്പം പരിഗണിക്കേണ്ടതല്ല, അത് നമ്മുടെ ഹെൽത്തി ഫുഡ് തന്നെയായിട്ട് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ആഹാരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെയും ഈ ഹദീസുകൾ മനസ്സിലാക്കി വെച്ചിട്ട് മഹാന്മാരായ യോഗ്യരായ പണ്ഡിതന്മാരുടെ കിതാബിൽ, പ്രത്യേകിച്ച് തിബിൻ്റെ കിതാബിലെല്ലാം പരിഗണിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബീട്രൂട്ട് നമ്മൾ ഒരു പ്രധാന ഭക്ഷണമായി കഴിക്കുന്നതിലൂടെ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ സയൻറ്റിഫിക്കലായിട്ട് തന്നെ കൃത്യമായി എവിഡൻസ് ഉള്ള, തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫുഡാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ, ഞാൻ ഒരു 7 അത്ഭുത ഗുണങ്ങൾ പറയാം. ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ബീട്രൂട്ട് നമ്മൾ ഭക്ഷണമായി കഴിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് കഴിച്ചാൽ കിട്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ ഗുണം കേട്ടോളൂ, BP നോർമലാക്കാൻ ഏറ്റവും ഹെൽത്തി ആയൊരു ഫുഡാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. BP-യുടെ പ്രയാസം ഒട്ടനവധി ആളുകൾക്ക്, രക്തസമ്മർദ്ദത്തിൻ്റെ പ്രയാസങ്ങൾ ഒട്ടനവധി ആളുകൾക്ക്, അത്
ഭൂരിഭാഗവും നിയന്ത്രിച്ചു നിർത്താൻ കഴിവുള്ള നല്ലൊരു ഫുഡ് തന്നെയാണ് ബീട്രൂട്ട് എന്നാണ് ആധുനിക പഠനം പറയുന്നത്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഒരുപാട് ആളുകൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഫാറ്റി ലിവർ. എന്തതിനെ പരിഹരിക്കാനുള്ള മാർഗം? പല മരുന്നുകളും കഴിക്കുന്നുണ്ട്, പല ഫുഡ് സപ്ലിമെൻറ്റുകളും നമ്മൾ നോക്കുന്നുണ്ട്, ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും ആ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഹെൽത്തി ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു ഫുഡാണ് ബീട്രൂട്ട്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ. ഇനി മൂന്നാമത്തെ ഗുണം, കായികാധ്വാനം ചെയ്യുന്ന ആളുകൾ, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ ബോഡി ബിൽഡർമാരൊക്കെ ഇല്ലേ, ഈ നന്നായിട്ട് മസിലൊക്കെ നല്ല ഭംഗിയുള്ള, അഴകുള്ള, ആരോഗ്യമുള്ള ബോഡിയും ശരീരവും, നമ്മൾ എത്ര അധ്വാനിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ സുബഹിക്ക് മുമ്പേ എണീറ്റിട്ട് കിലോമീറ്റർ നടക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ഓടുന്നവരുണ്ട്, ചാടുന്നവരുണ്ട്, പല രീതിയിലും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട് അല്ലേ. ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമുള്ള ബോഡിക്കും മസിലിനും എല്ലാം നല്ല കരുത്ത് നൽകും, നല്ല ഗുണം ചെയ്യുന്നതാണ് ബീട്രൂട്ട് നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നാലാമത്തൊരു ഗുണം കേട്ടോളൂ. ഗർഭിണികളായ പ്രഗ്നൻസി പീരീഡിലുള്ള സഹോദരിമാർ പ്രത്യേകം പരിഗണിച്ച് കഴിക്കേണ്ട ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ബീട്രൂട്ട്. അത്തരം സന്ദർഭങ്ങളിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ നോക്കിക്കോളൂ, ഓർമ്മശക്തി നന്നായിട്ട് നിലനിൽക്കാൻ. ഇപ്പം നമ്മുടെ മക്കളുടെയൊക്കെ ഓർമ്മശക്തി കൂടുതൽ നിലനിൽക്കാൻ, നല്ല മെമ്മറി പവർ, കൂടുതൽ പഠിക്കാനും നല്ല ഓർമ്മശക്തി ഉണ്ടാകാനും കൂടുതൽ കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വെക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മക്കളെല്ലാം ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നതിലൂടെ, കഴിക്കുന്നതിലൂടെ. ഇനി ആറാമത്തെ ഒരു ഫായ്ദ കേട്ടോളൂ, ഗുണം കേട്ടോളൂ, നമ്മുടെ കൊളസ്ട്രോളിനെ നിർവീര്യമാക്കി കളയാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ബാഡ് കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ, അത് മുഖേന ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, ഹൃദയം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ബ്ലോക്ക് തകരാറുകളെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കുന്ന ഒരു അത്ഭുത ഭക്ഷണം തന്നെയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ഒരു ഫായ്ദ ഗുണം കേട്ടോളൂ. നമ്മിൽ ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് അമിതവണ്ണം, പൊണ്ണത്തടി, അമിത വയറ്, ശരീരത്തിൻ്റെ പല ഭാഗത്തും കൊഴുപ്പടിഞ്ഞു കൂടിക്കൊണ്ടുള്ള പ്രയാസങ്ങൾ. ഇതെങ്ങനെ നീക്കം ചെയ്യാം? അതിനുവേണ്ടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പല മരുന്നുകളും കഴിച്ചു നോക്കി, പല നിലക്കും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കി, പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അത്തരം പ്രയാസങ്ങൾ കൊണ്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഏറ്റവും മനോഹരമാക്കാനും, നമ്മളുടെ അനാവശ്യ കൊഴുപ്പുകളെ പുറന്തള്ളിക്കളയാനും, അനാവശ്യ വേസ്റ്റുകളെ പുറന്തള്ളിക്കളയാനും ഏറ്റവും എഫക്റ്റീവാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്വന്തം എക്സ്പീരിയൻസിൽ വരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാത്രി ഫുഡ്, വൈകിട്ട് ഫുഡ്, അത്താഴ ഫുഡ് എപ്പോഴും വളരെ ലഘുവാക്കണം. കഴിയുമെങ്കിൽ അത്താഴത്തിന് ഒരു നേരം ഫ്രൂട്ട് മാത്രമാക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ച ആളുകൾ അവരുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, അതിൻ്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് എൻ്റെ PMയിലൊക്കെ വന്നിട്ട്, മെസ്സേജിലൊക്കെ വന്നിട്ട് പറയാറുണ്ട്. ഉസ്താദേ, ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളായി, പല രോഗങ്ങളും മാഞ്ഞുപോയി, അത്ഭുതപ്പെട്ടു പോയി, ഞങ്ങൾ രാത്രി ആഹാരം ഫ്രൂട്ട്സുകളാക്കിയപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അക്കൂട്ടത്തിൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടും തടി കുറയുന്നില്ല, അല്ലെങ്കിൽ വയറ് കുറയുന്നില്ല, വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയുന്നില്ല, പ്രയാസമാണ്, ബോറനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്ക് വലിയൊരു സഹായം, കൂടുതൽ മരുന്നുകളിലേക്കൊന്നും പോകണ്ട, വളരെ ഹെൽത്തി ആയിട്ട് അവർക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് മനോഹരമാക്കാം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വൈകിട്ട് കഴിക്കേണ്ട അത്താഴത്തിൻ്റെ ഇശാഭക്ഷണം, വൈകിട്ട് കഴിക്കുന്ന ആഹാരം പരമാവധി നേരത്തെ ആക്കുക, വൈകിപ്പിക്കാതെ നോക്കാം. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബീട്രൂട്ട്, 1-2 ബീട്രൂട്ട് എടുത്തിട്ട് നമ്മൾ ജ്യൂസ് ആക്കുക. എന്നിട്ട് അതിലേക്ക് ശുദ്ധമായ തേൻ, 1-2 ടീസ്പൂൺ തേൻ ചേർക്കുക. ഒറിജിനൽ തേനാകണം. ആ തേൻ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് അത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് രാത്രി ഒരു നേരത്തെ ആഹാരമായിട്ട് ആ ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മൾ പതിവാക്കി നോക്കാം. ഒരു 21 ദിവസം തീർച്ചയായിട്ടും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് രാത്രി നമ്മൾ കുടിച്ചാൽ, അത് കുടിച്ചിട്ട് ഉടൻ നമ്മൾ കിടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ആക്കണം. കിടക്കുന്നത് നമ്മൾ 9 മണിക്കാണ്, അല്ലെങ്കിൽ 10 മണിക്കാണെങ്കിൽ പോലും ഒരു 7 മണിക്ക് നമ്മളിത് കുടിച്ചിരിക്കണം. ഈ ജ്യൂസ് കുടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്പാൽപമായി കുടിക്കണം. കുറച്ച് സമയം എടുത്തോട്ടെ,
കുറച്ച് ടൈം എടുത്തോട്ടെ, അല്പാൽപമായി വായിൽ വെച്ച് നന്നായി ഉമിനീരുമായി മിക്സ് ചെയ്ത്, യഥാർത്ഥത്തിൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് പോലെ തന്നെ ഈ ജ്യൂസ് ചവച്ചരച്ച് ഉമിനീർ കലർത്തിക്കൊണ്ട് തന്നെയാണ് സമയമെടുത്ത് നമ്മൾ കഴിച്ചാൽ അത് ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റുകളെല്ലാം പുറന്തള്ളിപ്പോകും, ശരീരം നല്ല പവർഫുള്ളാകും, നല്ല ഭംഗിയുള്ളതാകും, ശരീരത്തിൻ്റെ അനാവശ്യമായി തടികളൊക്കെ റിമൂവായി പോകും, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഒരു 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ഈ ഒരു ശൈലി നമ്മളൊന്ന് സ്വീകരിച്ച് നോക്കി എത്ര ഗുണങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ എണ്ണി പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ, രോഗപ്രതിരോധ ശേഷി, അതാണല്ലോ ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റിയാണ് ആരോഗ്യം. ആ ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്ത് രോഗം എപ്പോഴും വരാം, എപ്പോഴും രോഗമായിരിക്കും, അപ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യം ഇമ്മ്യൂണിറ്റിയാണ്. ആ ഇമ്മ്യൂണിറ്റി നമുക്കുണ്ടാക്കി തരാൻ ഏറ്റവും പവർഫുള്ളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളോട് കഴിക്കിൻ എന്ന് പറഞ്ഞ ഈ ഒരു വെജിറ്റബിൾ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്യാൻസറിന് വരെ സാധ്യതകൾ കുറച്ചു കളയും എന്ന് പോലും പഠനങ്ങളും ഡോക്ടർമാരൊക്കെ സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾ പേടിച്ച് ഭയത്തോടുകൂടെ കാണുന്ന ആ വലിയ രോഗത്തിൻ്റെ അംശങ്ങൾ പോലും ശരീരത്തുണ്ടാകാതെ തടഞ്ഞു വെക്കുന്ന വലിയൊരു അത്ഭുത ഗുണം ഇതിനുണ്ട് എന്നാണ്. ഇനി ബീട്രൂട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. ബീട്രൂട്ട് കഴിച്ചാൽ അത് കരളിന് കേടാണെന്ന് കേൾക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ചില ആളുകൾ ബീട്രൂട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ, മൂത്രമൊഴിക്കുമ്പോൾ അതിൽ ചെറിയ കളർ മാറ്റം കാണുന്നുണ്ട്, അത് വലിയ രോഗമാണ്, പ്രയാസമാണെന്ന് കരുതി പലരും ബേജാറാകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അതൊന്നും പ്രയാസമുണ്ടാക്കുന്ന വിഷയമല്ല. അത് കൂടുതലായാൽ അതിൻ്റെ വലിയ പ്രയാസമാണെങ്കിൽ നമ്മൾ അത് കൃത്യമായി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ ഇത് കഴിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഒരു അത്ഭുതകരമായ ബീട്രൂട്ട് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഗുണങ്ങളെക്കുറിച്ച് ഇമാമുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ജൗസി തങ്ങൾ കിതാബ് തിബിൽ പറയുന്നുണ്ട്, മുടികൊഴിച്ചിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എത്ര ആളുകളാണ്, പുരുഷന്മാരുമാണ്, സ്ത്രീകളെമ്പാടും മുടികൊഴിച്ചിലാണ്. ഉസ്താദേ, ഞങ്ങൾക്ക് എന്താ വലിയ പ്രയാസമാണ്, വലിയ വിഷമമാണ്, അത് മാറിക്കിട്ടാൻ എന്താ മാർഗം, എന്താ ചൊല്ലേണ്ടത്, എന്താ ഞങ്ങൾ നമ്മുടെ തലയിൽ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണ പറ്റുമോ, ഒലിവെണ്ണ പറ്റുമോ, എള്ളെണ്ണ പറ്റുമോ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഉമ്മമാർ, പ്രത്യേകിച്ച് കൗമാരക്കാരായ ഒരുപാട് സഹോദരിമാർ, ഒരുപാട് പെങ്ങന്മാരൊക്കെ സാധാരണ ചോദിച്ചതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങൾ തേടാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുടികൊഴിച്ചിൽ എന്ന് പറയുന്ന വലിയ പ്രയാസം അത് നീങ്ങിക്കിട്ടാനുള്ള ഏറ്റവും വലിയ റെമഡിയായിട്ട് മഹത്തുക്കൾ കിതാബ് തിബിലടക്കം പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഏറ്റവും വലിയ റെമഡിയാണ് പറയുന്നത്. മുടികൊഴിച്ചിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അതേപോലെ തന്നെ താരൻ്റെ പ്രയാസം, താരൻ അതിന് എത്ര മരുന്ന് കഴിച്ചിട്ടും എന്തെങ്കിലും ഓയിലുകൾ നമ്മൾ യൂസ് ചെയ്യും, എന്തെങ്കിലും മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യും, പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്, കുറച്ച് കാലത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാവും, പിന്നെയും അത് വരുന്നൊരു പ്രയാസമുണ്ട്. താരൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കേവലം തലയുടെ മുകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, അത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടും താരൻ്റെ പ്രയാസങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകും. ഡോക്ടർമാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഡീപ്പായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഒരു പരിധിവരെ താരൻ്റെ പ്രയാസങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വലിയ ചെലവില്ലാതെ മുടിക്ക് നല്ല ആരോഗ്യം, അഴകുണ്ടാകും. അതോടൊപ്പം താരൻ്റെ പ്രയാസങ്ങൾ നീങ്ങും. ഒരുപാട് പേർക്ക് പ്രയാസമുണ്ട് ചുണങ്ങിൻ്റെ, പ്രത്യേകിച്ച് മുഖത്ത്, കവിളിൻ്റെ ചില ഭാഗത്ത്, ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ചുണങ്ങ് വരിക, കലകൾ വരിക, വലിയ പ്രയാസം ഉണ്ടാകും. ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരുപാട് പേർക്ക് പേനിൻ്റെ ശല്യം, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾ, കൊച്ചുമക്കളൊക്കെ പേനിൻ്റെ ശല്യം കൊണ്ട് വലിയ പ്രയാസപ്പെടുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു റെമഡി മഹാന്മാർ പറയുന്നുണ്ട്. അരിമ്പാറയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ തീർക്കാൻ പറ്റും എന്ന് ഇബ്നുൽ ജൗസി തങ്ങൾ കിതാബുൽ തിബിൽ പറയുന്നത്. ഈ ബീട്രൂട്ടിൻ്റെ നീര് അത് പിഴിഞ്ഞിട്ട് നീരെടുക്കുക, അല്ലെങ്കിൽ അത് അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. ആ നീരെടുത്തിട്ട് മുടി കൊഴിച്ചിൽ, താരൻ്റെ പ്രയാസം, പേനിൻ്റെ ശല്യങ്ങൾ, ഇതൊക്കെയുള്ള സഹോദരിമാർ, സഹോദരങ്ങൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ നമുക്കത് ഒരു മരുന്ന് പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുളിച്ച് കഴുകിക്കളയാവുന്നതാണ്. അത് കഴുകിക്കളയുമ്പോഴും വീര്യം കൂടിയ സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് അതങ്ങോട്ട് കഴുകിക്കളഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്ക് താരൻ്റെ പ്രയാസങ്ങളുണ്ടാകും.
താരൻ്റെ പ്രയാസങ്ങൾ ഒരു പരിധിവരെ മാറ്റാൻ ഒരു മരുന്നുമില്ലാതെ പറ്റും. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പുണ്ടല്ലോ, അത് തലയിലിട്ട് നന്നായിട്ട് പതപ്പിക്കുന്ന ആ ഒരു ശൈലി അങ്ങോട്ട് ഒഴിവാക്കി നോക്കി. ഒരു പരിധിവരെ എന്നല്ല, ഭൂരിഭാഗം ആളുകളുടെയും മാറ്റം, താരൻ്റെ പ്രയാസങ്ങൾ മാറിപ്പോകുന്നത് ഈ സോപ്പിൻ്റെ യൂസിങ് മാറ്റിവെക്കുന്നതിലൂടെയാണ്. ചെറുപയർ പൊടിയോ താളിയോ കൊണ്ട് തല കഴുകിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ, അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മാറാത്ത താരനും മാറിപ്പോകും. ഇത്തരം ചികിത്സകളിലൂടെ, ഇത്തരം ട്രീറ്റ്മെൻറ്റിലൂടെ മാറി വന്ന താരൻ നമ്മൾ തന്നെ ബലമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ഈ നന്നായിട്ട് സോപ്പൊക്കെ പതിപ്പിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നത്തിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തലയോട്ടിയിൽ ഒരു ഓയിൽ കോട്ടിങ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ സോപ്പിട്ട് നന്നായിട്ട് പതിപ്പിക്കുമ്പോൾ ആ ഒരു അവസ്ഥയോട് മാറിപ്പോകും, ഡ്രൈ ആയി പോകും. തീർച്ചയായിട്ടും തല ഡ്രൈ ആയാൽ ഉറപ്പായിട്ടും താരൻ്റെ പ്രയാസങ്ങളുണ്ടാകും, പല പ്രയാസങ്ങളുണ്ടാകും, മുടി പൊട്ടിപ്പോകുന്ന പ്രയാസം ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ ബീറ്റ്റൂട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കരിമ്പാറയുള്ള ഭാഗത്ത് നന്നായിട്ട് അതിൻ്റെ നീര് നമ്മൾ തേച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ചുണങ്ങുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുക. കുറേ നേരം, ഒരു അരമണിക്കൂറോ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കുക. തീർച്ചയായിട്ടും ഇത്തരം പ്രയാസങ്ങൾ ഇതിലൂടെ നീങ്ങും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ട് ഗുണങ്ങൾ ലഭിക്കുന്ന, മാരക രോഗങ്ങളെ വരെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന, ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, നല്ല മസിലും നല്ല ശരീരത്തിന് അഴകും ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു അത്ഭുത ഭക്ഷണമാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. കഴിവിൻ്റെ പരമാവധി അത്തരം ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ചു കൊടുക്കുക, ജീവിതത്തിൽ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയിലേക്ക് ഇറക്കിയ ഓരോ കണികകളിലും ഓരോ കാര്യങ്ങളിലും അത്ഭുതകരമായ നിഅമത്തുകളുണ്ട്. എല്ലാ മനുഷ്യൻ്റെ ഗുണത്തിനും മനുഷ്യൻ്റെ ഉപകാരത്തിനും അള്ളാഹു സംവിധാനിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും നിഅമത്തും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ, വിജയം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കി ആഫിയത്ത് ഫി ദുനിയ വൽ ആഖിറ, നമുക്ക് ആഫിയത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.